ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. നിങ്ങൾ ഇങ്ങനെയാണോ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ സ്പൂൺ നിറയെ ദോശമാവ് എടുക്കുന്നുണ്ട്. ഈ മാവ് ഇതിലേക്ക് ചേർത്ത് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. പ്രത്യേകിച്ച് എണ്ണയോ വെള്ളമോ ഇതിൽ ചേർക്കുന്നില്ല. നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിവിടെ പിഞ്ച് വെണ്ടയ്ക്ക നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെണ്ടയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് ഈ മസാലയെല്ലാം വെണ്ടയ്ക്കയിൽ പുരട്ടിയെടുക്കണം. വെണ്ടയ്ക്കയുടെ ഒരു വിഴുവിഴുപ്പ് കാരണം മസാല ഇതിലേക്ക് പിടിച്ചു വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി വെണ്ടയ്ക്കയായിട്ട് ഈ മസാല കുഴച്ചെടുക്കുകയാണ്. ഇപ്പം നന്നായി കുഴഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയിരുന്ന വെണ്ടയ്ക്കയുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഈ മസാലയും വെണ്ടയ്ക്കയിൽ പുരണ്ട് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരണം. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരും. നന്നായി ചൂടായി വന്നതിന് ശേഷം മസാലയുമായി വിരവി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എല്ലാ വെണ്ടയ്ക്കയും തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലോട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. മുരിഞ്ഞു വന്ന വെണ്ടയ്ക്ക ഫ്രൈ എല്ലാം ഞാൻ ഇവിടെ കോരിയെടുക്കുകയാണ്. ഈ എല്ലാ വെണ്ടയ്ക്ക ഫ്രൈയും കോരിയെടുത്തതിന് ശേഷം ഈ ചൂടായി കിടക്കുന്ന എണ്ണയിൽ ബാലൻസ് ഇരിക്കുന്ന വെണ്ടയ്ക്ക മസാല കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് ഇത് മറിച്ചും തിരിച്ചോട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറാണ്. ഇത് നല്ല ക്രിസ്പിയ ചിപ്സ് പോലെ കരുമുറാന്ന് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. ഇതുവരെയും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.